കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഞ്ഞാൾ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ ജാഥ സമാപിച്ചു. പാഞ്ഞാൾ പഞ്ചായത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളായ TK വാസുദേവൻ, TT മോഹനൻ, സംഗീത സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പയങ്കുളം ഡിവിഷനിൽ വാഹന പ്രചരണ ജാഥ നടത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് കിള്ളിമംഗലം കാറാത്തുപടിയിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ വൈകിട്ട് പാഞ്ഞാൾ ആലിൻചുവട്ടിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC സെക്രട്ടറി നൌഷാദ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. UDF 14-ാം വാർഡ് സ്ഥാനാർത്ഥി ഫസലു, യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൾ ഉൾപ്പെടെ നിരവധി UDF നേതാക്കന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടുത്തെ BJPയുടെ വാർഡ് മെമ്പറിന്റെ കൂടെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇത് രാഷ്ട്രീയ തിമിരം വെച്ച് സംസാരിക്കുന്നതല്ല. പാവപ്പെട്ട മനുഷ്യരെന്നും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. പോട്ടെ, പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ ആവശ്യമല്ലേ? ഇപ്പോഴെന്താ സ്ഥിതി? ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാസുദേവന്റെ ഫ്ലക്സ് എടുക്കാൻ വരും. ആരെന്നറിയോ? ആക്രി കച്ചവടക്കാരല്ല, പാവപ്പെട്ടവൻ. എന്തിനാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഒരു 10-35 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു മറപ്പര എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. മറപ്പര എന്നതിന് പറയാം അല്ലേ? അങ്ങനെയുള്ള മറപ്പരകൾ ഇപ്പോഴുമുണ്ട് ഈ നിയോജക മണ്ഡലത്തിലും ഈ പഞ്ചായത്തിലും എന്ന് പറഞ്ഞാൽ നാണക്കേട്. നിന്റെ പേരോ മാർസിസ്റ്റ് പാർട്ടി എന്നാരെങ്കിലും ചോദിച്ചാൽ എന്തായാലും ഉത്തരം പറയാനുള്ളത്? ഇല്ലേ? ഞാൻ വെറുതെ പറയലല്ലോ. ആണെങ്കിൽ നിങ്ങൾ നിഷേധിച്ചോളെ, എന്നാ നമ്മൾ ആ പരിപാടി നിർത്തും. ഇല്ലേ? അങ്ങനെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ബാത്റൂമുകൾ, ശൗചാലയങ്ങളില്ലാത്ത ഒരു പഞ്ചായത്ത് കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവിടെ ഈ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് മര്യാദക്ക് കൃഷി ചെയ്യാൻ പറ്റുണ്ടപ്പോ? CCV ന്യൂസ്, പാഞ്ഞാൾ.